പൊട്ടാറ്റോ ചീസ് ബോൾസ് ചെയ്യാനായിട്ടാണ് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം സവാള ചെറുതായി അരിഞ്ഞത്, 3 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, അത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ക്രഷ്ഡ് മല്ലി, 1.5 ടീസ്പൂൺ ചാറ്റ് മസാല, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിത്തഴ ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് സ്വീറ്റ് കോൺ, ഇത് ഓപ്ഷണലാണ്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ വീതം. അതുപോലെ ചെഡാർ ചീസ്, വെളിച്ചെണ്ണ. കൂടാതെ റോൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കോൺഫ്ലേക്സ് പൊടിച്ചാണ് എടുക്കുന്നത്. നമുക്കാദ്യം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. നല്ലപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ചാറ്റ് മസാല, ഇത് ഓപ്ഷണലാണ്, ക്രഷ്ഡ് മല്ലി, പെപ്പർ, അതുപോലെ തന്നെ ക്രഷ്ഡ് റെഡ് ചില്ലി, കൂടാതെ 1/4 കപ്പ് സ്വീറ്റ് കോൺ, ഇതും ഓപ്ഷണലാണ്, മല്ലിത്തഴ ചെറുതായി അരിഞ്ഞത്, കോൺഫ്ലോർ, മൈദ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കാം, പോരെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ലപോലെ അതൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കിയെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെഡാർ ചീസ് ചെറിയ ക്യൂബ്സുകളാക്കി മാറ്റിയിട്ടുണ്ട്. ബോൾസുകൾ ഉണ്ടാക്കാം. കയ്യിൽ അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഒരു ഉരുള എടുത്ത ശേഷം അതൊന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ നടുവിലേക്ക് നമുക്കൊരു ചെഡാർ ചീസിൻ്റെ ഒരു ക്യൂബ് വെച്ച് കൊടുക്കാം. അത് നമുക്കിനി ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് എടുക്കണം. അത് നല്ലപോലെ ചെയ്ത ശേഷം നമുക്കിനി അത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററിലിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. ബാറ്ററിലിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് പൊടിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സിലിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും കോൺഫ്ലേക്സ് ആവുന്ന പോലെ ഒന്ന് അത് പുരട്ടി എടുക്കാം. കോൺഫ്ലേക്സിന് പകരം ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാലും മതി. കോൺഫ്ലേക്സ് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടും. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നതാണ്. ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത ശേഷം നമുക്ക് ഉള്ളം കയ്യിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എക്സസ് ഉള്ള ബ്രെഡ് ക്രംസ് പോയി കിട്ടും. അങ്ങനെ ഈ ഒരു ബോൾസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. ഇതിൽ അല്പം അത്യാവശ്യം വലിപ്പമുള്ള ചീനച്ചട്ടിയാണ്. അതുകൊണ്ട് അതിൽ കൊള്ളാവുന്ന ബോളുകൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവും ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ചീസ് ബോൾസ് തയ്യാറായി.